ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും സ്പിനാച്ചിന്റെ ഇലയിട്ട് ദാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിക്കോ, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇവിടെ ഒരു കട്ടോരി ദാലാണ് എടുത്തിരിക്കുന്നത്. പരിപ്പാണ്, നമ്മുടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി, 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കണം, വലുതാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ ഞാൻ സ്പിനാച്ചിന്റെ ഇലയാണ് കട്ട് ചെയ്ത് ഒരു കട്ടോരി നിറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ചീര പോലെ ഇരിക്കുന്നതാണ് സ്പിനാച്ചിന്റെ ഇല, ചോദിച്ചാൽ കിട്ടും. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചു. ഒരു 3 സീറ്റ് വരെ. ഇപ്പോൾ നമ്മുടെ ദാൽ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു തവിയെടുത്ത് ഞാനൊന്ന് ഇളക്കി മറിച്ച് നന്നായിട്ടൊന്ന്, അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെരുംജീരകം അല്ല, ജീരകമാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ദാൽ കറിയുടെ അകത്തോട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.